എവരിവൺ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 4 ആയിട്ടുള്ള ഡിറ്റർമിനൻസ് ആണ്. മെട്രിക്സിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ഒരു ചാപ്റ്ററാണ് ഡിറ്റർമിനൻസ്. അപ്പോൾ ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത് നമുക്ക് പല ബ്രാഞ്ചസ് ഓഫ് സയൻസിലേക്ക് എഞ്ചിനീയറിംഗ്, സയൻസ്, എക്കണോമിക്സ്, സോഷ്യൽ സയൻസ് അങ്ങനെ പല സ്ഥലത്തും നമുക്ക് ഡിറ്റർമിനൻസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഡിറ്റർമിനൻസ് എന്താണെന്ന് നോക്കാം. അതായത് നമ്മളൊരു മെട്രിക്സ് എടുക്കുകയാണെന്ന് വിചാരിക്കുക. 2 4 -1 2 ഇതെന്താണ്? ഒരു മെട്രിക്സ് ആണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ മെട്രിക്സിന് ഒരു ഡിറ്റർമിനൻ്റ് ആയിട്ട് എഴുതണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ജസ്റ്റ് കർവ്സ് വന്നിട്ടുണ്ട്. ഡിറ്റർമിനൻ്റ് എഴുതുന്ന സമയത്ത് കർവ് വരാൻ പാടില്ല, സ്ട്രേറ്റ് ലൈൻ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഡിറ്റർമിനൻ്റ് എഴുതുക എന്ന് പറയുന്നത് മോഡുലസ് ഇടുന്ന പോലത്തെ ഒരു ചിഹ്നമാണ്, പക്ഷെ മോഡുലസ് അല്ല. ഓക്കെ, അങ്ങനത്തെ ഒരു ചിഹ്നം ഇടുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ ഇടുക. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ചെയ്തിട്ടില്ല. അതാണ് ഡിറ്റർമിനൻ്റ്. ഇനി ഈ ഡിറ്റർമിനൻ്റ് ഓപ്പറേറ്റ് ചെയ്യണം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഡയഗണൽ എലമെൻറ്റ്സ് എടുക്കുക. 2 × 2 മൈനസ് ഇതെടുക്കുക 4 × -1 വിച്ച് ഈസ് ഈക്വൽ ടു 4 - -4 വിച്ച് ഈസ് 8. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? 8 ആണ്. ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് ഒരു മെട്രിക്സിന് ഒരു നമ്പർ കൊണ്ട്, ഒരു യുണീക്ക് നമ്പർ കൊണ്ട് എനിക്ക് ആ മെട്രിക്സിനെ റെപ്രസെൻ്റ് ചെയ്യാമെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? ഒരു ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത്. ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഡിറ്റ് എന്ന് എഴുതിയിട്ട് ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് ട്രയാങ്കിൾ കൊടുക്കാവുന്നതാണ്. ഡെൽറ്റ പോലത്തെ ഒരു സിമ്പിളും നമുക്ക് ഡിറ്റർമിനൻസിന് വേണ്ടിയിട്ട് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു മെട്രിക്സിന് ഞാനൊരു യുണീക്ക് സൊല്യൂഷൻ കൊടുക്കുകയാണ്, ഒരു നമ്പർ കൊണ്ട് അതിനെ ഡിനോട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു യുണീക്ക് നമ്പറിനെയാണ് ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത്. ഇനി പറഞ്ഞു, ഡിറ്റർമിനൻ്റ് എഴുതുന്നത് മോഡുലസ് പോലെയാണ്, പക്ഷേ ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്നാണ് വായിക്കുന്നത്, നോട്ട് മോഡുലസ് ഓഫ് എ. സ്ക്വയർ മെട്രിക്സിന് മാത്രമേ ഡിറ്റർമിനൻ്റ് ഉണ്ടാവുള്ളൂ. കാരണം നമുക്ക് ആ ഡയഗണൽ വൈസ് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ അതെന്തായിരിക്കണം? സ്ക്വയർ ആയിരിക്കണ്ടേ, അല്ലെങ്കിൽ പറ്റില്ലല്ലോ. അപ്പോൾ സ്ക്വയർ മെട്രിക്സിനാണ് ഡിറ്റർമിനൻ്റ് ഉള്ളത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ജനറൽ ഫോം ഓഫ് ഒരു ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ എ എന്ന് പറയുന്നത് A11, A12, A21, A22 ആണെങ്കിൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ എഴുതുന്ന സമയത്ത് A11 A22 A12 A12 ആയിരിക്കും ആ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത്, എയുടെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിറ്റർമിനൻ്റ്. അപ്പോൾ അത്രയും കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് ഓർഡേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു മെട്രിക്സ് തന്നു, ഒരു 3 എന്നുള്ള ഒരു മെട്രിക്സ് തന്നു. പിന്നെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 തന്നെ ആയിരിക്കും. ഓക്കെ, 3 ആണ് ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത്. 2/2 മെട്രിക്സ് വരുന്നതാണെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻ്റ് എഴുതാനും നമ്മൾ പഠിച്ചു. ഓക്കെ, പിന്നെ ഇത്രയും മതി. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു.